പ്രൈസ് ലോർഡ്. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവില് സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവും ഒക്കെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഒക്കെ അത് മനസ്സിലാക്കുവാനും കഴിയുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവത്തിന്റെ ദാസിയാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും സാക്ഷ്യങ്ങൾ വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും അത് ശ്രദ്ധയോടെ കേൾക്കണം. സ്കിപ്പ് ചെയ്യാതെ തീരുന്നിടം വരെ കേട്ടാല് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സ്പർശിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് ദേവദാസി വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു കർത്താവിന്റെ കൃപയാൽ. കർത്താവ് സഹായിക്കട്ടെ. നമ്മളോടൊപ്പം എവിടെന്നാ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസിയെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും എങ്ങനെ കർത്താവിലേക്ക് കൊണ്ടുവന്നുള്ളതും ബാല്യകാലവും ഒക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദിവസം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. നിങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്ന കർത്താവെ, നമ്മുടെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമേ. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും അങ്ങയെ കണ്ടുമുട്ടിയതും ഒക്കെ ഹല്ലേലൂയ സംസാരിപ്പാനുള്ള കൃപ കർത്താവ് കൊടുത്താട്ട് കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് വലിയൊരു വിടുതലും ഒരു സ്പർശനവുമായി മാറുവാൻ കർത്താവ് സഹായിച്ചാട്ട്. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ കർത്താവെ. ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഓക്കെ, ദേവദാസിനുള്ള സമയം ഞാൻ ദൈവത്തിന്റെ ദാസിക്ക് നൽകി തരികയാണ്. ജീവിതത്തിന്റെ അനുഭവം ദേവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ദേവദാസ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. ഈ ചാനലിലേക്ക്, ജോയ്സ് ടി വിയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ പ്രിയദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഇന്ന് നിങ്ങളുടെ മുൻപാകെ കർത്താവിൻ്റെ വലിയ നാമത്തെ ഉയർത്തുവാൻ, യേശു എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തു തന്നതെന്ന് നിങ്ങളുടെ മുൻപാകെ സാക്ഷിക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ പേര് സാലി സാജു. ഞങ്ങൾ കുടുംബമായി മൂവാറ്റുപുഴയിൽ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാണ് ജീവിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട ഭർത്താവുണ്ട്. 3 ആൺമക്കളാണ് ഞങ്ങൾക്കുള്ളത്. മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു, മോളുണ്ട്, ഒരു കൊച്ചുമോനുണ്ട്. പിന്നെ ഞങ്ങളുടെ പാരൻസും ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം. സ്തോത്രം. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം എൻ്റെ വിവാഹത്തിന് മുൻപേ എൻ്റെ നല്ല യൗവനപ്രായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ എൻ്റെ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. എൻ്റെ കൊച്ചുനാളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു യാക്കോബായ ക്രിസ്തീയ കുടുംബത്തിൽ 4 മക്കളുള്ള ഒരു വീട്ടിൽ മൂത്ത മകളായിട്ടാണ് ജനിച്ചത്. എൻ്റെ വീടിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കൊച്ചുനാൾ മുതൽ ഞാൻ കണ്ടു വളർന്നത്, ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലുള്ള ഒരു കൊച്ചു മലയോര ഗ്രാമപ്രദേശമാണ്. കുറ്റിയഞ്ചാൽ എന്ന് പറയും. ഒട്ടും അന്നത്തെ കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഒരു 34 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ കർത്താവിനെ അറിയുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് പിറകിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി വളർച്ചയൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശം, ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളതായ ഒരു കൊച്ചു വീട്ടിൽ ഞാൻ മൂത്ത മകളായി ജനിച്ചു. എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ കണ്ടത് എൻ്റെ വല്യപ്പച്ചൻ്റെ മദ്യപാനം മൂലം തകർന്നു പോയ ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അതുമൂലം ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി കഷ്ടതകളും ഒത്തിരി പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വരും. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ നാട്ടിലെല്ലാം ഉള്ളതുപോലെ ഈറ്റയില കൊണ്ട് മേഞ്ഞ ഒരു കൊച്ചു കൂരപ്പുരയായിരുന്നു.
കിടന്നുറങ്ങുന്നതും അടുക്കളയും ഊണുമുറിയും എല്ലാം ഒരു സ്ഥലം തന്നെ, 4 ചുവരുകൾക്കുള്ളിൽ ഈറ്റയില കൊണ്ട് മറച്ച വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ മദ്യപിച്ചിട്ട് കടന്നു വന്നാൽ അന്ന് വാക്കത്തിയും വെട്ടുകത്തിയും ഒക്കെ എടുത്ത് എൻ്റെ വല്യമ്മച്ചിയെ ഉപദ്രവിക്കാനായി അവരുടെ പിന്നാലെ വഴക്കുണ്ടാക്കിക്കൊണ്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലും. അന്നെല്ലാം ഓർക്കുന്നുണ്ട്. ഭയന്ന് വിറച്ച് ഞങ്ങൾ, എൻ്റെ അമ്മച്ചിയും ഞങ്ങൾ കുഞ്ഞുങ്ങളും എല്ലാം ഈ വീടിന് ചുറ്റുമെല്ലാം ഓടും അപ്പനെ പേടിച്ച്. അവസാനം രക്ഷയില്ലാതെ ആകുമ്പോൾ വീടിനകത്ത് നിൽക്കുവാൻ സാധ്യതയില്ല എന്ന് കാണുമ്പോൾ പുറത്തേക്ക് അടുത്തുള്ള കുറ്റിക്കാടിൻ്റെ മറവുകളിലും അയൽവക്ക വീടുകളിലുമൊക്കെയായി ഓടി ഒളിക്കുമായിരുന്നു. എൻ്റെ കൊച്ചുനാൾ മുതൽ അതുകൊണ്ട് തന്നെ വലിയൊരു ഭീതി, ഒരു ഭയം എന്നെ പിടികൂടിയിരുന്നു. ഭയങ്കര ഒരു അപകർഷതാ ബോധത്തിന് അടിമയായിരുന്നു ഞാൻ. ഒരു വലിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്, ഞാൻ ആരുമല്ല, എന്നെ സ്നേഹിക്കാൻ ആരുമല്ല, ഇങ്ങനെയുള്ള ഒത്തിരി തോന്നലുകളും ചിന്തകളും കൊച്ചു നാൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒരു നേരത്തെ ആഹാരം കഴിക്കുവാനും ഒരു നല്ല വസ്ത്രത്തിനുമെല്ലാം ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. എൻ്റെ വല്യപ്പച്ചൻ്റെ മദ്യപാനം മൂലം ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം ഏറ്റവും കലക്കത്തിലായപ്പോൾ എൻ്റെ പിതാവ് കുറച്ച് ദൂരേക്ക് മാറി ഒരു കൊച്ചു കൂരപ്പുര കെട്ടിയുണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ട് താമസം മാറ്റി. അന്ന് വരെ എൻ്റെ പിതാവ് ഒരു മദ്യപാനി ആയിരുന്നില്ല. പക്ഷേ ഈ പിതാക്കന്മാരുടെ അകൃത്യം 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കുമെന്ന് പറയുന്ന പോലെ ഈ ശാപങ്ങൾ തലമുറകളായി പിന്തുടർന്നു വരുന്ന ശാപങ്ങൾ പോലെ എൻ്റെ പിതാവും ഏറെ താമസിക്കാതെ ഒരു മദ്യപാനിയായി മാറി. എൻ്റെ പിതാവ് മദ്യപിക്കുക മാത്രമല്ല, അന്ന് ഞങ്ങളുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന വാറ്റുചാരായം വാറ്റി വിൽക്കുന്ന ഒരു ആളുമായി തീർന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിന് ഒരല്പം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. സന്ധ്യയാകുമ്പോൾ മദ്യപിച്ചിട്ട് വരുന്ന എൻ്റെ അപ്പച്ചൻ, വീട്ടിൽ വഴക്ക്. എൻ്റെ അമ്മച്ചി ഞങ്ങൾ 4 മക്കളെ വളർത്തുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഒത്തിരി കൂലിപ്പണിക്ക് പോവുകയും, ഞങ്ങളുടെ വീട് വനപ്രദേശത്താണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പുഴയും അതിൻ്റെ അക്കരെ വലിയ വനവുമാണ്, കൊടും വനം. ആ വനത്തിലെല്ലാം പോയി എൻ്റെ അമ്മ ഈറ്റ വെട്ടി കൊണ്ടുവരുമായിരുന്നു. ഈറ്റ വെട്ടി കൊണ്ടുവന്ന് ഞങ്ങൾ പനമ്പ് നെയ്യും. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അത് അറിയാമോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മച്ചി അടുത്തുള്ള കുടികളിൽ പോയി പനമ്പ് നെയ്യാൻ പഠിച്ചു. അതിനുശേഷം ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ പനമ്പ് നെയ്യാൻ പഠിപ്പിച്ചു. ഞങ്ങൾക്കൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ കൊച്ചുനാൾ മുതൽ ഇങ്ങനെ അമ്മ ഈറ്റ വെട്ടി കൊണ്ടുവരികയും പനമ്പ് നെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. റേഷൻ കടയിലെ റേഷനരിക്ക് പോലും അത് തികയുമായിരുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചു നാളുകളിലെല്ലാം സന്ധ്യയാകുമ്പോഴേ ഞങ്ങളുടെ വീട്ടിലെല്ലാം ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത്, അന്ന് കറണ്ടൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ, മണ്ണെണ്ണ വിളക്കിൽ എൻ്റെ കീഴിലിരുന്നാണ് ഞങ്ങൾ പഠിക്കുന്നതും ഞങ്ങൾ ജീവിച്ചതും എല്ലാം. അപ്പോൾ എൻ്റെ അമ്മ പറയും, മണ്ണെണ്ണ വാങ്ങിക്കുവാൻ പൈസയില്ല, അതുകൊണ്ട് സന്ധ്യയാകുമ്പോഴേ മണ്ണെണ്ണ വിളക്ക് ഓഫ് ചെയ്തിട്ട് സന്ധ്യക്കേ കിടന്നുറങ്ങിക്കോളാൻ പറയും. അങ്ങനെയുള്ളതായ കാലങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ കാലൊച്ച കേൾക്കുവാൻ, കാലൊച്ച ദൂരെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയപ്പെട്ട് ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കുമായിരുന്നു. മദ്യപിച്ചിട്ട് വരുന്ന എൻ്റെ പിതാവിനെ എനിക്ക് ഒത്തിരി ഭയമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞല്ലോ, ഈറ്റയിൽ കൊണ്ട് മേഞ്ഞ ഒരു വീട്. ഈറ്റയിലെ മേഞ്ഞ വീട് എല്ലാ വർഷവും മേഞ്ഞാൽ മാത്രമാണ് അത് ചോരാതിരിക്കുള്ളൂ. ഒരു വർഷം കഴിഞ്ഞ്, ഒരു വർഷത്തെ മഴക്കാലം കഴിഞ്ഞ് പിറ്റേ വർഷം ആകുമ്പോഴേക്കും ആ ഈറ്റയിലെ എല്ലാം മഴയും വെയിലും കൊണ്ട് ദ്രവിച്ചിട്ട് വലിയ ഇലയെല്ലാം ദ്രവിച്ച് മുഴുവൻ തുളകളായിരിക്കും, മുഴുവൻ ഹോൾസ് ആയിരിക്കും റൂഫിൻ്റെ മുകളിലെല്ലാം. അപ്പോൾ അടുത്ത മഴക്കാലം ആകുമ്പോഴേക്കും മഴ പെയ്യുന്നത് മുഴുവൻ ഞങ്ങളുടെ വീടിൻ്റെ അകത്തേക്കായിരിക്കും വീഴുന്നത്. അപ്പം ചാണകം മെഴുകിയതായ തറ, കിടന്നുറങ്ങുവാൻ സ്ഥലം പോലും ഉണ്ടാവുകയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, വലിയ മഴക്കാലത്ത് എൻ്റെ അമ്മ വീട്ടിലെ മൺപാത്രങ്ങളും കൊച്ചു പിഞ്ഞാണങ്ങളും എല്ലാം ഈ മഴക്കാലത്ത് തറയിൽ കൊണ്ടുപോയി നിരത്തി വയ്ക്കും. ചാണകം മെഴുകിയ തറയിൽ വലിയ കുഴികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ കിടത്തി ഉറക്കുവാൻ ഒരല്പം സ്ഥലത്തിന് വേണ്ടി എൻ്റെ അമ്മച്ചി ഈ മഴവെള്ളം വീഴാത്ത സ്ഥലം നോക്കി മാറി മാറി കിടത്തുവാൻ ശ്രമിക്കും. പക്ഷേ കിടക്കുവാൻ സ്ഥലമില്ലാത്ത കൊച്ചു വീട്ടിൽ ഞങ്ങൾ കുത്തിയിരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും മഴക്കാലവും മഞ്ഞുകാലവും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു വസ്ത്രം നനഞ്ഞു പോയാൽ പിന്നെ മറ്റൊന്ന് മാറി ധരിക്കുവാനില്ല. അപ്പോൾ ഈ നനഞ്ഞ വസ്ത്രം തന്നെ ഉണക്കി ഇട്ടുകൊണ്ട് വേണം പിറ്റേ ദിവസം സ്കൂളിൽ പോകണമെങ്കിൽ. ആ നനഞ്ഞു പോയ വസ്ത്രം അത് അടുപ്പിൻ്റെ ചൂട്ടിലിരുന്ന് ഉണക്കി പിറ്റേ ദിവസം അത് തന്നെ ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകും. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വലിയ മഴക്കാലത്തും മഞ്ഞുകാലത്തും പുതയ്ക്കുവാൻ പുതപ്പൊന്നുമില്ല. എൻ്റെ അപ്പച്ചനന്ന് ഈ പഞ്ചസാര ചാക്ക്
റേഷൻ കടയിൽ നിന്നും 1 രൂപയൊക്കെ കൊടുത്താൽ അന്ന് വലിയ പഞ്ചസാര ചാക്ക് കിട്ടും. ചാക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചാക്ക് പുതച്ച് ഉറങ്ങിയതായ കാലങ്ങൾ. അത്രയേറെ ദാരിദ്ര്യവും അത്രയേറെ പട്ടിണിയും സങ്കടവും എല്ലാം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. സമാധാനത്തിന് അല്പം പോലും സ്ഥലവും ഉണ്ടായിരുന്നില്ല. യേശു ആരാണെന്ന് അറിയില്ലായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, പക്ഷെ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. മാതാവിനോട് പ്രാർത്ഥിക്കും, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കും, പിന്നെ അവിടെ ഇവിടെയൊക്കെ കുരിശിൻതൊട്ടിയിലേക്ക് കൊണ്ടുപോയി നേർച്ച കാഴ്ചകളെല്ലാം അർപ്പിക്കും. പക്ഷെ ഒരു ദൈവമുണ്ടോ എന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, ഒരു ദൈവം ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം ഒരു പക്ഷഭേദമുള്ളൊരു ദൈവമാണ്. ആ ദൈവം ചിലരെ സമ്പന്നരായി സൃഷ്ടിക്കുന്നു, ചിലരെ പാവങ്ങളായി സൃഷ്ടിക്കുന്നു. പാവങ്ങളോട് ദൈവത്തിന് സ്നേഹമില്ല, പണക്കാരോട് മാത്രമാണ് ദൈവത്തിന് സ്നേഹമുള്ളൂ എന്നെല്ലാം ഞാൻ എൻ്റെ കൊച്ചുനാളിൽ വിചാരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സ്കൂൾ അടയ്ക്കുന്ന 2 മാസത്തെ മധ്യവേനൽ അവധിക്കാലം. ഓരോ വർഷവും സ്കൂൾ അടയ്ക്കുമ്പോൾ പിറ്റേ വർഷം സ്കൂളിൽ പോകണമെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ വേണമല്ലോ. അപ്പം പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങിക്കുവാൻ ഞങ്ങളുടെ വീട്ടിൽ പൈസയില്ല. അതിന് പകരം ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ അപ്പച്ചന് 4 അനുജന്മാരുണ്ട്, 2 പെങ്ങന്മാരും ഉണ്ട്. എൻ്റെ ചാച്ചന്മാരുടെ പഴയ ഒരു ഷർട്ടിന് വേണ്ടിയും എൻ്റെ ആൻറ്റിമാരുടെ പിഞ്ചി കീറിയ സാരിക്ക് വേണ്ടിയും ഞാൻ ഇരന്ന് നടന്നിട്ടുണ്ട്. 2 മാസവും സ്കൂൾ അടയ്ക്കുമ്പോൾ ഞാൻ തറവാട്ട് വീട്ടിലേക്ക് പോകും. എനിക്കൊരു പഴയ ഷർട്ട് തരാമോ, ഒരു പഴയ സാരി തരാമോ എന്നൊക്കെ ചോദിച്ച്. സ്കൂൾ തുറക്കാറാകുമ്പോഴേക്കും ചിലപ്പോൾ അവരുടെ പഴകിയ ഒരു സാരിയോ ഒരു ഷർട്ടോ ഒക്കെ ഞങ്ങൾക്ക് ദാനമായി തരും. ഞാനും എൻ്റെ അനിയത്തിയുമെല്ലാം എൻ്റെ കൊച്ചപ്പന്മാരുടെ പഴയ ഷർട്ട് വെട്ടി തയ്ച്ചിട്ടുമുണ്ട്, എൻ്റെ ആൻറ്റിമാരുടെ പിഞ്ചി കീറിയ സാരി വെട്ടി തയ്ച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലേക്ക് പോയിരുന്നത്. അന്നൊന്നും ഞങ്ങളുടെ കാലത്ത് സ്കൂളിൽ യൂണിഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. അതും നല്ലതായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയെങ്കിലും സ്കൂളിൽ പോകാൻ പറ്റി. സ്തോത്രം. ഒരു നേരത്തെ ആഹാരത്തിന് വളരെയേറെ ദാരിദ്ര്യമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഈ സ്കൂൾ തുറക്കുന്നത് മഴക്കാലത്താണല്ലോ. വലിയ ജൂൺ ജൂലൈ മാസങ്ങൾ ഭയങ്കര മഴയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും കുടയുണ്ടാകാറില്ല. അപ്പോൾ ഞങ്ങൾ അതിന് പകരം ചെയ്യുന്ന ചിലപ്പോൾ കൂട്ടുകാരുടെ കുടയ്ക്ക് കീഴേ ചൂടിപ്പോകും. അതല്ലെങ്കിൽ വാഴയിലയും ചേമ്പിലയും ഒക്കെ ചൂടി ഞങ്ങൾ സ്കൂളിലേക്ക് പോകും. അങ്ങനെ ഒത്തിരി നിരാശയോടെ ഒത്തിരി സങ്കടത്തോടെയാണ് ഞാൻ എൻ്റെ കൊച്ചുനാളുകൾ കഴിച്ചത്. ഞാൻ ഓർക്കുന്നു, അന്ന് പള്ളിയിലെല്ലാം പോകുമ്പോൾ നേർച്ചപ്പെട്ടിയിലിടാൻ പൈസയില്ല. അപ്പോൾ പള്ളിയിൽ അവസാനം എല്ലാവരും കൈമുത്താൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പുറകിലേക്ക് മാറി നിൽക്കും, ഒരു 5 പൈസ പോലും കയ്യിലെടുക്കാനില്ലാത്തതുകൊണ്ട്. ഇങ്ങനെ ഏറ്റവും ദാരിദ്ര്യത്തിലും നിരാശയിലുമാണ് ഞാൻ ജീവിച്ചു വളർന്നത്. എൻ്റെ പിതാവ് അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിലെ മൂത്ത കുട്ടിയാണല്ലോ, അപ്പോൾ നീ 8ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി, കൂടുതൽ പഠിപ്പിക്കുവാൻ എനിക്ക് മാർഗമില്ല, എനിക്ക് വശമില്ല, അതുകൊണ്ട് 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ 8ാം ക്ലാസ് വന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ അന്നത്തെ സർക്കാർ സ്കൂളിൽ, ഗവൺമെൻറ് ഹൈസ്കൂൾ കുട്ടമ്പുഴ, ആ സ്കൂളിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് വീണ്ടും എന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇനി തുടർ പഠനത്തിനൊന്നും പോകണ്ട, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി വീട്ടിലെ അമ്മച്ചീനെ എല്ലാം സഹായിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പനമ്പൊക്കെ നെയ്ത് അങ്ങനെ ജീവിക്കാം എന്ന് കരുതി ഞാൻ വീണ്ടും 10ാം ക്ലാസ് വരെ പഠിച്ചു. അന്ന് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി ഞാൻ 10ാം ക്ലാസ് പാസ്സായി. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഫെസിലിറ്റിയും ഇല്ലാത്ത സ്കൂളിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രം, 3 or 4 കുട്ടികൾ മാത്രമാണ് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചത്. അതിലൊരു കുട്ടി ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും നിർബന്ധപ്രകാരം, ഞങ്ങളുടെ നാട്ടിലുള്ളവരുടെയും അല്ലെങ്കിൽ പള്ളിയിലുള്ളവരുടെയും ഒക്കെ നിർബന്ധപ്രകാരം വീണ്ടും എന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടി കുറച്ച് ദൂരേക്ക് കോതമംഗലം പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, കോതമംഗലത്തേക്കെല്ലാം പോകുമ്പോൾ ആദ്യത്തെ വർഷം ഞാൻ +2 പഠിക്കുവാനായി പോകുമ്പോൾ 2 ജോഡി ഡ്രസ്സ് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. ഓരോ ദിവസവും മാറി മാറി ധരിക്കുവാൻ അത് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. വളരെ ബുദ്ധിമുട്ടി. ഓരോ പ്രാവശ്യം ഫീസ് ആനുകൂല്യമെല്ലാം ഉണ്ടായിരുന്നു, എന്നാലും ദിവസം തോറും പോകുന്ന ബസ് കൂലി കൊടുക്കുവാൻ പോലും മാർഗം ഉണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ നാട്ടിൽ നിന്ന് 50 പൈസ മതിയായിരുന്നു ബസ് കൂലി. പക്ഷേ ഈ 50 പൈസയ്ക്ക് മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പലപ്പോഴും ഞാൻ ബസ്സിൽ കടം പറഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം ബസ്സിൽ കയറിയിട്ട് ഒന്നും മിണ്ടാതെ ബസ് കൂലി കൊടുക്കാനില്ലാതെ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിലുള്ള ബസ്സുകാർ എന്നോട് കരുണ കാണിച്ചിട്ടുമുണ്ട്. ഫ്രീ ആയിട്ടൊക്കെ പലപ്പോഴും ബസ്സിന് കയറി പോയിട്ടുണ്ട്. വീണ്ടും +2 പാസ്സായി കഴിഞ്ഞപ്പോൾ അന്നേരം നല്ല മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഡിഗ്രിക്കായിട്ട് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ
ഞാൻ ചേർന്നു. BSc ബോട്ടണിക്കാണ് ഞാൻ ചേർന്നത്. ആ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ദാരിദ്ര്യമാണ്. ഞാൻ ഓർക്കുന്ന ഞാൻ ഈ സയൻസ് ഗ്രൂപ്പ് എടുത്തുകൊണ്ട് പലപ്പോഴും റെക്കോർഡ് വരയ്ക്കണം, റെക്കോർഡ് ഷീറ്റുകളെല്ലാം വാങ്ങിക്കണം. അന്ന് അതിനൊന്നും പൈസയില്ല. അപ്പോൾ റെക്കോർഡ് ഷീറ്റ് വാങ്ങിക്കുവാൻ പൈസ ഇല്ല. അത് 25 പൈസ കൊടുത്താൽ ഒരു റെക്കോർഡ് ഷീറ്റ് കിട്ടും. പക്ഷെ അത് വാങ്ങിക്കുവാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും എൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഞാൻ മുടക്കി കളഞ്ഞിട്ടുണ്ട്. എത്രയോ ദിവസങ്ങളിൽ രാവിലെ കൊണ്ടുപോകാൻ, ഭക്ഷണം കൊണ്ടുപോകാൻ, ചോറൊന്നും കൊണ്ടുപോകാനില്ല, കാലി ചോറ്റുപാത്രമായിട്ട് പോകും. മറ്റുള്ളവരാരും അറിയണ്ടല്ലോ, നമ്മുടെ പാത്രത്തിൽ ചോറില്ല എന്ന് വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടി വെറുതെ കാലി ചോറ്റുപാത്രം കൈ പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ പട്ടിണിയും ദാരിദ്ര്യത്തിലുമാണ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ നടക്കുന്നതായ ഒരു ചെറിയ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ കൂട്ടായ്മയിൽ വെച്ച് ഞാൻ ആദ്യമായി യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടു. ഞാൻ അന്ന് വരെ പള്ളിയിൽ പോകും, സൺഡേ സ്കൂളിൽ പഠിച്ചു, സൺഡേ സ്കൂളിൽ പിന്നീട് പഠിപ്പിക്കുവാൻ തുടങ്ങി, പള്ളിയിലെ കൊയറിൽ പാട്ടുപാടുമായിരുന്നു, എല്ലാ കാര്യങ്ങളിലും വളരെ മുൻപന്തിയിലായിരുന്നു. പക്ഷെ യേശു ആരാണെന്ന് എനിക്ക് അറിയാമായിരുന്നില്ല. ഞാൻ വചനം കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സത്യവേദ പുസ്തകത്തിൽ നിന്നും പൊരുൾ തിരിച്ച് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കി കിട്ടിയിരുന്നില്ല. എന്നാൽ ആ കൊച്ചു കൂട്ടായ്മയിൽ ഏതാനും 10-50 കോളേജ് സ്റ്റുഡൻസ് മാത്രമുള്ളതായ ആ കൂട്ടായ്മയിൽ ഞങ്ങളുടെ കോളേജിലെ ഒരു പ്രൊഫസർ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സത്യമായും ജീവിക്കുന്ന ഒരു യേശു ഉണ്ട് എന്നും ആ കർത്താവായ യേശു ക്രിസ്തു ഏത് നിസ്സാരരെയും സ്നേഹിക്കുന്ന ദൈവമാണെന്നും തൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ജീവിതം തൻ്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുന്ന ഒരു ദൈവമാണെന്നും കർത്താവിന് ആരോടും പക്ഷഭേദമില്ല എന്നും ഉള്ളതായ സത്യം ജീവന്റെ വചനത്തിലൂടെ കേട്ടപ്പോൾ അന്ന് ആദ്യമായി എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നി. ഞാൻ ഓർക്കുന്നു, അന്ന് എനിക്ക് 20 വയസ്സ് മാത്രമാണുള്ളത്. എൻ്റെ 20ാമത്തെ വയസ്സിലാണത്. ആ സമയത്ത് ഞാൻ വചനം കേൾക്കുമ്പോൾ, വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് എൻ്റെ ഹൃദയത്തെ തൊട്ടു. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ഉണർവ് തന്നു. എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കണം എന്നുള്ളതായ ആഗ്രഹം എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. ആദ്യമായി അങ്ങനെ ഒരു നല്ലൊരാഗ്രഹം എൻ്റെ ദൈവം കൃപയാൽ എൻ്റെ ജീവിതത്തിലേക്ക് തന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, അതെ, ലാബാന്റെ അടുക്കൽ ആ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോകുവാനായി എലയാസർ കാത്തു നിൽക്കുകയാണ്. റിബേക്കയുടെ ഒരു മറുപടിക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ലാബാൻ ചോദിക്കുന്നുണ്ട്, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ? അവൾ പറയുന്നു, ഞാൻ പോകുന്നു. ഇടം വലം നോക്കിയില്ല. അത്രയും കാലം തന്നെ വളർത്തിയ അപ്പൻ്റെയോ അമ്മയുടെയോ ആങ്ങളയുടെയോ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു, ഞാൻ പോകുന്നു. അന്ന് ആദ്യമായി കണ്ട എലയാസറിന്റെ കൂടെ തൻ്റെ മണവാളനായ ഇസ്ഹാക്കിനെ തേടി ആ റിബേക്ക പോയതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്ക് യേശുവിനെ കുറിച്ച് അറിയില്ല. ഞാനൊരു പള്ളിഭക്തിക്കാരിയായിരുന്നു. പക്ഷേ കർത്താവിനെ കുറിച്ച് കേട്ടതായ മണവാളനെ കുറിച്ചുള്ളതായ ആദ്യത്തെ സുവിശേഷം കേട്ടപ്പോൾ കർത്താവിനോടുകൂടി പോകുവാൻ, അതേ ഞാൻ പോകുന്നു എന്ന് അന്ന് റിബേക്ക പറഞ്ഞതുപോലെ ഒരു മറുപടി പറയുവാൻ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അന്ന് ആ ദൈവദാസൻ ചോദിച്ചു, നിന്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുന്നുവോ എന്ന്. എല്ലാവർക്കും കൊടുത്തായ വോൾട്ടർ കോളിൽ ഞാൻ എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുത്തു. ഇനി വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ആ നിരാശ നിറഞ്ഞ സാഹചര്യവും പട്ടിണിയും പ്രയാസങ്ങളും മാത്രമാണ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് തന്നെ വന്നാലും, ഇനി എന്തെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഈ നല്ല കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുക്കണമെന്നുള്ളതായ ആഗ്രഹം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. എൻ്റെ 20ാമത്തെ വയസ്സിൽ നിന്റെ യൗവനകാലത്തിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നത് പോലെ, ദൈവത്തിൻ്റെ വചനം പോലെ എൻ്റെ യൗവനകാലത്ത് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യം തന്നു. സ്തോത്രം, സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം രക്ഷ എന്നുള്ള സന്തോഷം, യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന സന്തോഷം ഞാൻ അനുഭവിച്ചു. സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പറയട്ടെ, ഞാൻ മടങ്ങി എൻ്റെ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ അന്നും പട്ടിണിയുണ്ട്. അന്നും എൻ്റെ അപ്പച്ചൻ ഒരു മദ്യപാനിയായ വ്യക്തി തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളൊന്നും മാറിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന്, അതെ, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്.
നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അതെ, സമാധാനം നമുക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലെ കർത്താവ്, ജീവനുള്ള ദൈവം അന്ന് എൻ്റെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും, ഞങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷേ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറച്ച ഒരു നല്ല കർത്താവിനെ എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ നാളുകളിലും നല്ലവനായ യേശുവിൻ്റെ വിളി കേട്ട് അവൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം കൊടുത്തത് വെറുതെ ആയിപ്പോയില്ല. ഈ നീണ്ട വർഷങ്ങൾക്ക് ശേഷവും ഞാൻ സന്തോഷത്തോടെ പറയും, എൻ്റെ യേശു എനിക്ക് നല്ലവനായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വലിയവനായിരുന്നു. സങ്കടത്തിലും സന്താപത്തിലും ഹല്ലേലൂയ, ക്ഷാമത്തിലും ക്ഷേമത്തിലും ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഇരുന്ന് എന്നെ മനോഹരമായി വഴി നടത്തി. ഒരു നാളും കൈവിടാത്ത നല്ല സഖിയായി കൂടെ ഇരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഈ വചനങ്ങളെ കേൾക്കുവാൻ ഞാൻ എൻ്റെ കോളേജ് BSc ഡിഗ്രി കഴിഞ്ഞു. പിന്നീട് ഞാൻ PGക്കായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുക MSc ആയിട്ട് ചേർന്നത് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലാണ്. ഒരു സാധ്യതയുമില്ല എന്നെ പഠിപ്പിക്കുവാനായിട്ട്. പക്ഷേ വീണ്ടും എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു ഡിഗ്രിക്ക്. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ, അത് മാത്രമേ പറയുന്നുള്ളൂ, കർത്താവ് അങ്ങനെ കണ്ടതുകൊണ്ട് വീണ്ടും ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലേക്ക് കടന്നു വന്നു. അതും എനിക്ക് ഭയങ്കര അനുഗ്രഹമായി തീർന്നു. കാരണം എൻ്റെ നാട്ടിൽ നിന്ന്, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് ഈ കോലഞ്ചേരിയിലാണ് അന്ന് ഞങ്ങൾ കൂട്ടായ്മയ്ക്കായിട്ട് കടന്നു വരുന്നത്. അത് എൻ്റെ നാട്ടിൽ നിന്ന് 15 രൂപ ബസ് കൂലി ദൂരമുണ്ട്. അന്നത്തെ കാലത്ത് 10 രൂപ കൊടുത്താൽ 1 കിലോ അരി കിട്ടും. പക്ഷെ 15 രൂപ കൊടുത്ത് ബസ് കൂലി കൊടുത്ത് പോകുവാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ ഓർക്കുന്നു, ഈ എന്താ, അന്ന് ഞങ്ങളുടെ നാട്ടില് ഈ വലിയ തെങ്ങിൻ തോപ്പുകളിലെല്ലാം തേങ്ങ ഇട്ടിട്ട് തേങ്ങ ചുമക്കുവാനായിട്ട് ആളുകളെ വിളിക്കും. എൻ്റെ ആ കൊച്ചു പ്രായത്തിൽ വചനം കേൾക്കുവാനുള്ള ദാഹം കൊണ്ട് ഞാൻ തേങ്ങ ചുമക്കുവാൻ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു തേങ്ങ ചുമന്നാൽ 10 പൈസ കിട്ടും. അങ്ങനെ എത്ര തേങ്ങ, എത്ര ചുമന്നാലാണ് നമുക്കൊരു 15 രൂപ കിട്ടുന്നത്. പക്ഷേ ഭയങ്കര കൊതിയായിരുന്നു. എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാം എന്നെ കാണുന്നുവെന്നോ അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ നാണക്കേടാണെന്നോ അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനുള്ള ദാഹം മൂലം അങ്ങനെ കൂലിപ്പണി ചെയ്യുകയും അങ്ങനെ അടയ്ക്ക ചീമ്പിയും തേങ്ങ ചുമന്നുമെല്ലാം പൈസ ഉണ്ടാക്കി കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി ഓടി ഓടി കോലഞ്ചേരിയിലേക്ക് വന്ന് ഓർക്കുന്നുണ്ട്. കോലഞ്ചേരിയിൽ നടക്കുന്ന ഒരു കൺവെൻഷൻ പന്തലിലേക്ക് ആദ്യമായി ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ വീട്ടിൽ അന്ന് 10 രൂപ പോലും എടുക്കുവാനില്ലാത്തൊരു ദിവസമാണ്. കൺവെൻഷന് വേണ്ടി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മൂത്ത സഹോദരനെ മാത്രം ആ കൺവെൻഷന് വേണ്ടി പറഞ്ഞയച്ചു. പിന്നെ എനിക്കും കൂടി ഒരു 15 രൂപ ഉണ്ടാക്കി തരാൻ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നു, അന്ന് എൻ്റെ അപ്പച്ചൻ്റെ ഇളയ സഹോദരി 3 പിള്ളേരും കൂടി, അവരുടെ ആൻറ്റിയുടെ 3 കുഞ്ഞുങ്ങളും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നുകാരായി കടന്നു വന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ അത്താഴത്തിന് അരി വെച്ചിട്ടില്ല. അരി വാങ്ങിക്കുവാൻ വെച്ചിരുന്ന 10 രൂപ കൊടുത്താണ് എൻ്റെ മൂത്ത സഹോദരനെ വചനം കേൾക്കുവാനായി പറഞ്ഞയച്ചത്. ഞങ്ങൾ അന്ന് പട്ടിണിയാണ്. വീട്ടിലന്ന് ചക്കയുള്ള കാലമാണ്. ചക്ക പുഴുങ്ങി തിന്ന് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങളുടെ ദാരിദ്ര്യമുള്ള വീട്ടിലേക്ക് ആൻറ്റിയും 3 കുഞ്ഞുങ്ങളും കടന്നു വന്നു. ഞാൻ ഓർക്കുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അല്പം കഞ്ഞി കൊടുക്കുവാൻ വേണ്ടി എൻ്റെ അമ്മ 3 വീടുകൾ കയറി ഇറങ്ങി ഒരു ഉരി എരിക്ക് വേണ്ടി. എന്നാൽ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഉരിയും കിട്ടിയില്ല. ഒരുപക്ഷെ പലപ്പോഴും വായ്പ വാങ്ങിയത് തിരികെ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. ഞങ്ങളുടെ വീട്ടിലെ അക്ഷാമത്തിൽ, അതെ, ആരുടെയും സഹായത്തിൻ്റെ കരം നീണ്ടു വന്നില്ല. ഞാൻ ഓർക്കുന്നു, പിറ്റേന്ന് രാവിലെ എൻ്റെ ആൻറ്റി തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ ഒരു 10 രൂപ നോട്ടെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയി. എന്നാൽ ആ രൂപ കൊടുത്ത് അന്ന് അരി വാങ്ങിക്കാതെ ആ 10 രൂപ കൊണ്ട് ഞാൻ ആദ്യമായി കോലഞ്ചേരിയിലേക്ക് ബസ് കയറി കൺവെൻഷൻ പങ്കെടുക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യ ദിവസങ്ങളായിരുന്നു. 5 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ കർത്താവിൻ്റെ ആ വലിയ പ്രകാശവും വലിയൊരു സ്നേഹവും എന്നെ ചുറ്റി മിന്നിയിരുന്നു. എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണമെന്നും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നും കർത്താവിൻ്റെ ഒരു ദാസിയായി ജീവിക്കണമെന്നുള്ളതായ അടങ്ങാത്ത കൊതിയും ദാഹവും ആഗ്രഹവും എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. പിന്നീട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതായ ഒരു ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും ചിന്തകളും എല്ലാം എന്നെ വിട്ടുപോയി. എൻ്റെ വിദ്യാഭ്യാസം ഇനി നടക്കുമോ, എൻ്റെ വിവാഹം നടക്കുമോ, ഇങ്ങനെയുള്ള ഒരു ചിന്തകളും എന്നെ അലട്ടിയില്ല. ഞാൻ എങ്ങനെ ജീവിച്ചാലും യേശു എന്നെ പുലർത്തുമെന്നുള്ളതായ ഒരു വലിയ ധൈര്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വീണ്ടും ഞാൻ കോലഞ്ചേരി കോളേജിൽ നിന്ന് വീണ്ടും പഠനം എല്ലാം പൂർത്തിയാക്കി. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഒരു വിവാഹാലോചന വരുന്നത്. അതും ആ കൂട്ടായ്മയിൽ കടന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സാക്ഷ്യം മുൻപേ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്.
സാജു കുര്യാക്കോസ്, അദ്ദേഹമാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്. എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അന്ന് ഞങ്ങൾക്ക് സമ്പാദ്യമായി കൊടുക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും എന്തെങ്കിലും ഒരു പണമോ അല്ലെങ്കിൽ സ്വത്തോ സ്ത്രീധനമോ അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രം പോലും വാങ്ങിച്ചു തരുവാനുള്ള മാർഗം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവ് തന്നെയാണ് അന്ന് എനിക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു തന്ന്, എനിക്ക് വേണ്ടതായ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവ് തന്നെയാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ വിവാഹം നടക്കുന്നതിന് ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആയിരുന്നു ഞങ്ങളുടെ ധനം. എൻ്റെ ധനം യേശു ക്രിസ്തു ആയിരുന്നു. ഹല്ലേലൂയ. യേശു എന്ന സമ്പത്തുമായി ഞാൻ എൻ്റെ ഭർതൃഗ്രഹത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ഇന്ന് 31 വർഷമായി. കഴിഞ്ഞ ഫെബ്രുവരി മാസം 5-ാം തീയതി വന്നപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഒരു സ്വർഗതുല്യമായ കുടുംബജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങൾക്ക് കൃപ തരുന്നു. എൻ്റെ ഭർത്താവ് എന്നെ മാത്രമല്ല കരുതിയത്. ഇത്രയും വർഷങ്ങളായല്ലോ. എനിക്ക് ഇളയതായി 2 സഹോദരന്മാരും ഒരു അനുജത്തിയും എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ സഹോദരന്മാരുടെ കാര്യം, എൻ്റെ അനുജത്തിയുടെ വിവാഹത്തിന്റെ സമയത്ത്, എൻ്റെ സഹോദരങ്ങൾക്ക് വീട് വെക്കേണ്ട സമയത്ത്, എൻ്റെ മാതാപിതാക്കൾക്ക് അസുഖം വന്നപ്പോൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് അവരെല്ലാം സഹായിക്കുന്നത് ഞാൻ കണ്ടു. നാം ദൈവവചനത്തിൽ പറയുന്ന പോലെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഒരു ദൈവ പൈതലാണോ എന്ന് അറിയുന്നത് അവന്റെ പ്രവൃത്തികളിലൂടെയാണ്. അവനെ കാണുമ്പോൾ ആ സാക്ഷ്യമുള്ള ഒരു ജീവിതം, നാം മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ടല്ല, ആ പ്രവൃത്തികളാൽ നാം മാനസാന്തരപ്പെട്ടു എങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നമ്മളിൽ കൂടി പ്രതിബിംബിക്കേണ്ടത്. സത്യമായും ഞാൻ എൻ്റെ ഭർതൃഗ്രഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് തന്നെയാണ് കണ്ടത്. എൻ്റെ ഭർത്താവ് ആദ്യം അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നു. കർത്താവിന്റെ കൃപയാൽ ക്രിസ്തു ഉള്ള ഒരു മകളെ ഭാര്യയായി കിട്ടണമെന്ന് മാത്രമാണ് എൻ്റെ ഭർത്താവ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ മറ്റുള്ള ഭൗതികമായ യാതൊന്നിലുമല്ല അത് പണിയപ്പെട്ടത്. ക്രിസ്തുവാകുന്ന പാറമേലാണ് പണിയപ്പെട്ടത്. ഹല്ലേലൂയ. ക്രിസ്തുവായിരുന്നു ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് നാം വചനത്തിൽ വായിക്കുന്നുവല്ലോ. അതെ, കർത്താവായ യേശു ക്രിസ്തു ചേർത്ത് ബന്ധിച്ച ഒരു ഭാര്യയും ഭർത്താവും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, അതെ, ആ 3 ചരടുകൾ ചേർന്ന് ബന്ധിക്കുമ്പോൾ അവിടെ അത് ശക്തി ആർജിക്കുകയാണ്. അതിന് ഒന്നിനും ഭേദിക്കുവാൻ കഴിയാനാകാത്ത വിധം കർത്താവായ യേശു ക്രിസ്തു കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭർതൃഗ്രഹത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ പറയട്ടെ, എൻ്റെ ചാച്ചനും അമ്മച്ചിയും അവർ മാനസാന്തരപ്പെട്ടവരായിരുന്നു. എൻ്റെ ഭർത്താവിന് 2 ജ്യേഷ്ഠന്മാരാണുള്ളത്. അവരും മാനസാന്തരപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും വർഷങ്ങളായല്ലോ, ഞാൻ എൻ്റെ ഭർതൃഗ്രഹത്തിൽ കടന്നു വന്നതിന് ശേഷം ഒരിക്കൽ പോലും എൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ ഭർത്താവോ ആരും ഒരിക്കലും ഞാൻ കൊണ്ടുവന്നത് എന്താണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു പോരായ്മകളെ കുറിച്ചോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ക്രിസ്തു എന്ന ആ സമ്പത്തിൽ അവർ സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതുമാണ് ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മച്ചി, എൻ്റെ ഹസ്ബൻഡ് ഇതിനു മുൻപേ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി ജനിച്ചു വളർന്നത് ഒരു ചെറുപ്പത്തിലെ എൻ്റെ അമ്മച്ചി എന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മച്ചി 7 വയസ്സുള്ളപ്പോൾ 4 വയസ്സുള്ളപ്പോൾ പിതാവ് നഷ്ടപ്പെട്ടു, 7 വയസ്സുള്ളപ്പോൾ അമ്മയും നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു അനാഥയെ പോലെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. ഒരു ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ ചാച്ചനാണെങ്കിൽ, അതും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, വളരെ കാലം ഒരു ഭ്രാന്തിന്റെ ബാധയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് സുബോധമുണ്ട് എന്ന് പറയുന്ന അനേകരേക്കാൾ കർത്താവിന്റെ സംസ്കാരം അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നത് ഞാൻ നന്നായി അറിയുന്നു. ഞങ്ങൾ 3 പെൺമക്കളെ, അവർക്ക് 3 ആൺമക്കളാണ്. ഞാൻ ഇളയ മകന്റെ ഭാര്യയാണ്. എന്നാൽ ഈ 3 പെൺമക്കളെ വിവാഹം ചെയ്തു കൊണ്ടുവന്നതിന് ശേഷം ഈ മാതാപിതാക്കൾ ഇന്ന് വരെ, ഞാൻ പറയാം, ഞങ്ങളെ ആരെയും പേര് വിളിക്കാറില്ല. ഒന്നുമില്ല മോളെ, കൊച്ചെ, മോനെ, ഇങ്ങനെ മാത്രമേ വിളിക്കാറുള്ളൂ. സാരി മോളെ, ഇങ്ങനെ അല്ലാതെ ഒരിക്കലും വിളിച്ചിട്ടില്ല. ഞാനൊരു കാര്യം സന്തോഷത്തോടെ പറയാം, ഇത്രയും വർഷങ്ങളായി ഒരു പ്രാവശ്യം പോലും, ഒരിക്കൽ പോലും എൻ്റെ മാതാപിതാക്കളുമായിട്ട് വഴക്കുണ്ടാക്കുവാനോ ഒരു അരുതാത്ത ഒരു ശബ്ദം പോലും കേൾപ്പിക്കാനോ ഇന്ന് വരെ ഇടയായിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇത് കർത്താവ് തന്ന, ഞങ്ങളുടെ കുടുംബത്തിൽ തന്ന ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മച്ചിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നല്ല ദൈവിക പരിജ്ഞാനം കർത്താവ് കൊടുത്തു. മാനസാന്തരപ്പെട്ടപ്പോൾ കർത്താവിന്റെ സ്വഭാവം കൊടുത്തു. ഹാലേലൂയ. ഒന്നുമില്ലാതെ ഞാൻ കടന്നു വന്നുവെങ്കിലും അവർക്ക് എന്നെ ഉൾക്കൊള്ളുവാൻ തക്കതായ വലിയ വിശാലത കൊടുത്തു. ഞാൻ എൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കുടുംബത്തിൽ നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്. ഡെൻകെയറിനെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ തൊട്ടുമൂത്ത, എൻ്റെ ഹസ്ബൻഡിന്റെ തൊട്ടുമൂത്ത ജ്യേഷ്ഠനാണ് ജോൺ കുര്യാക്കോസ് എന്ന് പറയുന്ന ഡെൻകെയറിന്റെ ഉടമസ്ഥനായ ഞങ്ങളുടെ കൊച്ചേട്ടൻ. ആ സ്ഥാപനമെല്ലാം വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അവിടെ അത്യാവശ്യം സാമ്പത്തികമായ ഭദ്രതയുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷേ അങ്ങനെയെല്ലാമായിരുന്നെങ്കിലും തന്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും മറക്കാത്ത ആ മാതാപിതാക്കൾ എന്നെയും ചേർത്ത് പിടിച്ചു. സ്തോത്രം. ഇന്ന് വരെ സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങൾക്ക് കൃപയാൽ ഭാഗ്യം തരുന്നു. എൻ്റെ കർത്താവ് എത്ര നല്ലവനാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് വളരെ വിശ്വസ്തനാണ്. കർത്താവ് വലിയവനാണ്. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്ന തന്റെ കണ്ണുകൾ, ഹാലേലൂയ, അതെ, ആ കണ്ണുകൾ കർത്താവിങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരുന്നാൽ, കർത്താവിങ്കൽ ആശ്രയിച്ചിരുന്നാൽ അവരിൽ കൂടി കർത്താവ് വലിയവനെന്ന് തെളിയിക്കും. അവരിൽ കൂടി കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തും. ഹാലേലൂയ, ഹാലേലൂയ. അബ്രഹാമിന്റെ ഭാര്യയായ സാറ ഒരിക്കൽ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 21-ാം അതിന്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും. ഹാലേലൂയ. എൻ്റെ സാക്ഷ്യം ഞാൻ ആകത്തുക പറയുമ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, യേശു ക്രിസ്തു എനിക്ക് ചിരിയുണ്ടാക്കി. ഞാൻ കരയുന്ന ഒരു മകളായിരുന്നു. എൻ്റെ 20-ാമത്തെ വയസ്സ് വരെ ഞാൻ കരയുന്ന മകളായിരുന്നു. ഞാൻ കീഴ്പോട്ട് നോക്കി തല കുമ്പിട്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് മറ്റുള്ളവരുടെ നേരെ നോക്കുവാൻ പോലും ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ 4 പേര് കൂടുന്നിടത്ത് ഞാൻ പലപ്പോഴും അപകർഷതാബോധത്തോടെ പിന്തിരിഞ്ഞ് നടക്കുമായിരുന്നു. ചെറുപ്പകാലം മുതൽ ഞാൻ വലിയ പാട്ടുകാരിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യുമായിരുന്നു, കൊയറിൽ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, പല സ്കൂൾ ഫെസ്റ്റിവലിനും ആ സ്റ്റേജിന്റെ അടുക്കൽ വരെ മാത്രം പോയിട്ട് ഞാൻ തിരികെ പോരുമായിരുന്നു. അത്രമാത്രം ഭയവും ഭീതിയും എല്ലാം എന്നെ കീഴടക്കിയിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം, ഹല്ലേലൂയ, കർത്താവിന്റെ കാലുകളെ മാൻപയുടെ കാൽക്ക് തുല്യമാക്കി ആ ഗിരികളിൽ നിർത്തുമാറാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ഭയമില്ല, അതെ, ഭയമില്ല. അവർക്കിനി എന്തിനു ഭയം? യൂദായുടെ സിംഹമല്ലോ മുൻപേ പോകുന്നു. ഹല്ലേലൂയ. ആർക്കും വഴി മാറിടാത്തവൻ മുൻപേ പോകുന്നു. ആർക്കും വഴി മാറിടാത്ത യൂദായുടെ സിംഹം എന്റെ മുൻപേ ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമായവൻ എന്നോട് കൂടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാം മാറിപ്പോയി. കാരണം എൻ്റെ എല്ലാമാണ് യേശു. കർത്താവ് എന്നോട് കൂടെയുള്ളപ്പോൾ ഞാൻ ഇനി അപകർഷതാബോധത്തോടെ ഇരിക്കേണ്ട കാര്യമില്ല. അഖിലാണ്ടത്തിന്റെ ഉടയവൻ എൻ്റെ സ്വന്തമാണ്. അവൻ എൻ്റെ ആത്മ മണവാളനാണ്. അവൻ എൻ്റെ അരുമ കാന്തനാണ്. ഹാലലൂയ. ഈ ഏഴയായ എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവാണ്. ഹാലലൂയ. എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ ഇത്രയും വിശദമായി നിങ്ങളോട് പറഞ്ഞത്, ഏത് നിസ്സാര സാഹചര്യത്തിലുള്ളവരെയും ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹാലലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ കടന്നു വന്നത്. ഞാൻ എൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പിന്നീട് ഞാൻ ഡെൻകെയറിൽ ജോലിക്ക് കയറി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 10 പൈസ ST കൊടുക്കുവാനില്ലാത്തതുകൊണ്ട് എത്രയോ കിലോമീറ്ററുകൾ നടന്ന് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, 25 പൈസ ബസ് കൂലി കൊടുക്കുവാനില്ലാത്തതുകൊണ്ട് പലപ്പോഴും ബസ്സിൽ കടം പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആത്മീയമായി മാത്രമല്ല, ഭൗതികമായും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മെ വാലല്ല തലയാക്കുന്ന ഒരു നല്ല കർത്താവ്, മറ്റുള്ളവരുടെ മുൻപിൽ മാനിച്ച് നടത്തുന്ന കർത്താവ്, തക്ക സമയത്ത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ല സ്നേഹനിധിയായ യേശു. ആ കർത്താവ് എൻ്റെ കൈകളെ നിറച്ചു തന്നു. ഒരു കാലത്ത് എൻ്റെ കൊച്ചപ്പന്മാരുടെ ഷർട്ടിന് വേണ്ടിയും ആന്റിമാരുടെ സാരിക്ക് വേണ്ടിയെല്ലാം ഞാൻ ഇരുന്ന് നടന്നുവെങ്കിൽ ഞാൻ ഏർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് എൻ്റെ കൈകളെ നിറച്ചു തന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു തന്നിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. ഹാലലൂയ, ഹാലലൂയ. കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുടുംബജീവിതം വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർത്തു തന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവിന് മാരകമായ ഒരു രോഗം പിടിപെട്ട് ഏകദേശം മരണത്തിന്റെ വക്കോളമായി പോയത്. ഞാനന്ന് 2 മാസം പ്രഗ്നന്റ് ആണ്. ആ സമയത്ത്
മരിച്ചു പോകുമെന്നുള്ളതായ ഒരു മരണകരമായ ഒരു രോഗമാണ് പിടിപെട്ടത്. അന്ന് ഞാൻ ഓർക്കുന്നു, കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു. കർത്താവ് ആ രോഗബാധ ഒന്നുമില്ലാത്തതുപോലെ നിസ്സാരമാക്കി കർത്താവ് സൗഖ്യം തന്ന് ഈ ആയുസ് മുഴുവനും ഇത്രയും കാലം സന്തോഷമായി ജീവിക്കുവാൻ കർത്താവ് കൃപയാൽ ഭാഗ്യം തന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 3 ആൺമക്കളാണ്. മൂത്ത മകൻ BTech ആണ് പഠിച്ചത്. ഇളയ 2 മക്കളും MBBS ആണ് പഠിച്ചത്. മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾക്ക് 4ാമത് ഒരു മകളെ കർത്താവ് ദാനമായി തന്നതുപോലെയാണ് ഞങ്ങൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾ എന്ത് മാതൃക കാണിച്ചു തന്നോ അത് തന്നെ ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ സ്വന്തം മോളെ പോലെയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. പലപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന ഡെൻകെയറിലാണെന്ന് പറഞ്ഞല്ലോ. ആ സ്ഥാപനത്തിൽ കൂടുതലും സ്ത്രീകളാണ് ജോലിക്കാരായിട്ടുള്ളത്. ഒത്തിരി പെൺകുട്ടികൾ എൻ്റെ അടുക്കൽ വന്ന് ഒത്തിരി സങ്കടങ്ങൾ പറയാറുണ്ട്. അവരുടെ കുടുംബത്തിലെ അവരുടെ ഇല്ലോസിനെ കുറിച്ചും അതുപോലെ അല്ലെങ്കിൽ നാത്തുമാരെ കുറിച്ചും ഇങ്ങനെ പല അല്ലെങ്കിൽ കുടുംബത്തിൽ ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ ഒത്തിരി സങ്കടപ്പെട്ട് കരയുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഓർക്കും, ഒത്തിരി സമ്പത്തും സ്വർണവും ജോലിയും നല്ല കുടുംബ പേരുമൊക്കെയായി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നത്, സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോയ ജീവിതങ്ങൾ. എന്നാൽ യേശു ക്രിസ്തു ഉള്ളത് കൊണ്ട്, യേശുവിന് വേണ്ടി ഒരു ജീവിതം കൊടുത്താൽ അത് മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. എൻ്റെ യേശുവിന് വേണ്ടി യൗവനകാലത്ത് ജീവിതം കൊടുത്താൽ, നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ കർത്താവ് അത് ഭദ്രമാക്കി തീർക്കും, സുരക്ഷിതമാക്കി തീർക്കും. നമ്മുടെ ഒന്നുമില്ലായ്മയെ കർത്താവ് എല്ലാം ഉള്ളതാക്കി തീർക്കും. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. ഞങ്ങൾക്കൊരു കൊച്ചുമോനുണ്ട്, തിമോത്തി. ഞങ്ങളുടെ സ്വർഗതുല്യമായ ഒരു കുടുംബ ജീവിതം. ഞങ്ങൾ 4 തലമുറകൾ, ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിയും, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ മകന്റെ മകൻ, കൊച്ചുമോൻ. അപ്പൊ ഇങ്ങനെ 4 തലമുറകൾ. പക്ഷെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അഭിപ്രായങ്ങൾ ഒന്നാകുന്നതിന് ഒരു കാരണമേ ഉള്ളൂ, യേശു ക്രിസ്തു. ഇല്ല, യേശു ഇല്ല എങ്കിൽ അവിടെ എല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പരസ്പരം ഇഷ്ടക്കുറവുകൾ ഉണ്ടാവും, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. എന്നാൽ യേശു വാഴുന്ന വീട് ഒരു സ്വർഗ വീടാണ്. ഹല്ലേലൂയ. കർത്താവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗ ജീവിതം അനുഭവിക്കാനല്ല, ഈ ഭൂമിയിൽ സ്വർഗം തുടങ്ങുവാനാണ് നമ്മളെ വിശ്വാസികളായി കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ ഓർക്കുന്നുണ്ട് 2020 ആണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ആഞ്ഞടിച്ചൊരു വർഷമായിരുന്നു. ഞങ്ങൾ അന്ന് വരെ പോയിരുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പെട്ടെന്ന് അവിടെ നിന്നെല്ലാം മാറി നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വന്നു. എന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്ന ഓരോ കൊടുങ്കാറ്റുകളും ഓരോ പ്രതികൂലത്തിന്റെ കാറ്റുകളും അതെല്ലാം നമ്മെ പണിയുന്നതിന് വേണ്ടിയാണ്, ഒന്നും നമ്മെ തകർക്കുന്നതിനല്ല. കർത്താവ് നമ്മെ പണിയുകയാണ്. ഓരോ സഹനങ്ങളും ഓരോ സഹിഷ്ണുതകളും നമ്മിൽ പ്രത്യാശ ഉളവാക്കുകയും നമ്മെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുവാൻ നമ്മളെ അഭ്യസിപ്പിക്കുകയും ചെയ്യാണ്. അതെല്ലാം ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നന്നായി അറിയാം, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ചൂടിലേക്ക് കാൽ വയ്ക്കുവാൻ അതെല്ലാം മുഖാന്തരമായി. അന്ന് വരെ ഞാൻ ഓർക്കുന്നത്, രക്ഷയുടെ അനുഭവം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു സ്നാനപ്പെടുക, പുതിയ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരിക, ഒന്നുകൂടി കടന്ന് വിശ്വാസ ജീവിതത്തിന്റെ അടുത്ത പടിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധികൾ വന്നതും നന്നായി. ഹല്ലേലൂയ. ആ സമയത്ത്, കോവിഡിന്റെ സമയത്താണ് പൗരുഷനിൽ കൂടിയെല്ലാം ദേവദാസന്മാരുടെ വചനം കേൾക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകുവാനും ഇടയായി തീർന്നത്. അന്ന് വീണ്ടും ഒന്നുകൂടി പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ, അതെ, വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശ്വാസികളുടെ പട്ടികയിലേക്ക് വീണ്ടും ഒന്നുകൂടി എടുത്തു ചാടുവാൻ, അടുത്ത തലത്തിലേക്ക് വീണ്ടും എനിക്കറിയാം, ഇനിയും ഒരുപാട് റലങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകേണ്ടതുണ്ട്. ഞാൻ അതിനു വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഇവിടെ നിൽക്കരുത്, ഇനിയും അടുത്തത് ക്രിസ്തു എന്ന പാറയോളം, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ആ കർത്താവിന്റെ സ്വഭാവത്തിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം എന്റെ വാക്കുകൾ കൊണ്ടല്ല, ഞാൻ പറയുന്ന വാക്കുകളിലെല്ലാം അപ്പുറമായി എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായിരിക്കുവാൻ, എൻ്റെ ജീവിതം കണ്ടിട്ട് അനേകർ എൻ്റെ കർത്താവിലേക്ക് അടുത്തു വരുവാൻ ഞാനത് കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഇത്രത്തോളം സമാധാനപൂർണമാക്കിയ കർത്താവ്,
എങ്ങും അധികം എനിക്കറിയാം ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ പോലും പലപ്പോഴും പല മാതാപിതാക്കളും മരുമക്കളും തമ്മിൽ ഇഷ്ടക്കുറവുകളും അങ്ങനെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇതൊരു അത്ഭുതമാണല്ലോ എന്ന്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നത് വലിയ അത്ഭുതവും അടയാളവുമാണ്, വലിയ അതിശയമാണ്. എൻ്റെ യേശു ഇത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു സാക്ഷി ജീവിതം തന്നുവെങ്കിൽ, എൻ്റെ കർത്താവിന് ഞങ്ങളെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ഇത് ഒതുക്കി വെക്കുവാനല്ല, കർത്താവിന്റെ നാമത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി. യേശു ഇന്നും ജീവിക്കുന്നുവെന്നും, എൻ്റെ യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്നും, അവൻ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുന്നവനാണെന്നും അനേകരുടെ മുൻപിൽ സാക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനം അതിന്റെ 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്ത കർത്താവ്, എന്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ച കർത്താവ്. ഈ കർത്താവിന് വേണ്ടി എന്റെ ജീവിതം മുഴുവനായി തീരണം. കർത്താവിന്റെ സാക്ഷിയായി കർത്താവിന്റെ പാദസേവ ചെയ്യണം. എത്ര ആയുസുണ്ട് എന്ന് എനിക്കറിയില്ല, എൻ്റെ അപ്പനറിയാം. എന്നാൽ ഉള്ള ആയുസെല്ലാം കുടുംബമായി കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ സേവിക്കുവാൻ, അത് തന്നിരിക്കുന്ന ആയുഷ്കാലമെല്ലാം ഈ കർത്താവിന്റെ മിനിസ്ട്രിയിലായിരിക്കുവാൻ. ഞങ്ങള് മൂവാറ്റുപുഴയിൽ ഒരു കൊച്ചു മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന് പറയുന്നതായ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച് നടത്തുന്നുണ്ട്. അപ്പോ അതിൽ കൂടിയെല്ലാം അനേകം ആത്മാക്കളെ ഈ ദൈവ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുവാൻ, അടുപ്പിക്കുവാൻ എൻ്റെ ജീവിതം ഉപയോഗപ്പെടട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി ഏൽപ്പിക്കുകയാണ്. എൻ്റെ യേശു വിശുദ്ധന്മാരെ ചേർക്കുവാൻ വാനമേഘത്തേരിൽ എഴുന്നള്ളി വരും. അന്ന് നല്ലവനും വിശ്വസ്തയുമായ ദാസിയെ, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ എന്നുള്ള വിളി കേൾക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം സത്യസാക്ഷിയായി, വിശ്വസ്തയായി, വിശുദ്ധയായി നിൽക്കുവാൻ എന്നെ തന്നെ ഞാൻ എൻ്റെ കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. ആമേൻ, 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 ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു ദൈവ പൈതലായി കർത്താവ് ഇവിടെവരെയും നടത്തി. അനേക കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയാത്തതാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ എത്ര ബന്ധക്കോസ് ഭവനങ്ങളിലാണ് മായപ്പനും മായമ്മയും മരുമകളും മക്കളും ഒക്കെ തമ്മിൽ വലിയ വഴക്കും ബഹളങ്ങളും ഒക്കെ നടക്കുന്നത്, ഡൈവോഴ്സുകളും എല്ലാം നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടതായ സിസ്റ്റർ പറഞ്ഞ പോലെ നല്ലൊരു 4 തലമുറ ഒന്നിച്ചൊരു കുടുംബത്തിനകത്ത് വസിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ആ കുടുംബത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ജീവിപ്പാന് കർത്താവ് സഹായിക്കുന്നു. അത് കർത്താവിന്റെ വലിയൊരു സ്നേഹവും, കർത്താവിന്റെ സ്നേഹം നമ്മളിലൂടെ നമ്മൾ പ്രദർശിക്കപ്പെടുന്നതുമാണ്. ക്രിസ്തുവിന്റെ ആ ഒരു ഫലം നമ്മളിൽ പുറപ്പെടുന്നു. പലപ്പോഴും നമ്മൾ വാക്കുകളിലൂടെ ഒക്കെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫലമില്ലാത്ത അനുഭവങ്ങളുണ്ട്. എന്നാൽ ആത്മീക ജീവിതത്തിൽ ഫലം കായ്ക്കുന്നതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്തോത്രം. അങ്ങനെ ഒരു നല്ല ജീവിതം നയിപ്പാന് കർത്താവ് സഹായിക്കുന്നല്ലോ. വിനയം കർത്താവിന്റെ വേല ചെയ്യുവാനും ഭൂലോകം മുഴുവനും സുവിശേഷം അറിയിപ്പാനും ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ പിന്നെ അതിനായും നിങ്ങളെ കർത്താവ് വിനയം ധാരാളം ഉപയോഗിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരുന്നതില് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ സ്ഥിതികൾക്കൊക്കെ ഭേദം വരുത്തുന്ന ദൈവമാണ്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ഥിതികൾക്ക് എന്തോ ചെയ്യും, ഭേദം വരുത്തും. ദൈവത്തിന്റെ അനുഭവം ആണല്ലോ അത്. ഓക്കെ, കേൾവിക്കാർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ഹല്ലേലൂയ. നമുക്ക് ഒരു നിത്യതയാണല്ലോ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഭൗതികമായി ലോകത്തിൻ്റെതായ എല്ലാ അനുഗ്രഹങ്ങളെക്കാളും നമുക്കൊരു നിത്യരാജ്യം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് കടന്നു പോകുവാൻ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒരുക്കട്ടെ. കർത്താവിന്റെ ദാസ്യ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്നേഹവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലസ് യു. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്നേഹപിതാവേ, അവിടുത്തെ പുത്രന്റെ രക്തത്തിലൂടെ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങയുടെ സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ചതിനാൽ, അങ്ങയുടെ നാമം ഞങ്ങളുടെ മേൽ എഴുതിയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
കർത്താവെ, ഈ ശുശ്രൂഷയിൽ കൂടി കർത്താവെ അവിടുന്ന് അനേകായിരങ്ങളെ സ്പർശിക്കണമേ അപ്പ. കർത്താവെ, ഈ ചാനൽ, ഈ ജോയ്സ് TV ചാനൽ കർത്താവെ ഇതൊരു ബ്ലെസ്സിങ് ആണ്. ഒത്തിരി പേർക്ക്, ഒത്തിരി ആത്മാക്കളുടെ വിടുതലിനും കർത്താവ് അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ അപ്പ. ഹല്ലേലൂയ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ കർത്താവ് അനേക ഹൃദയങ്ങളെ സ്പർശിക്കണമേ. കർത്താവിന്റെ പൊന്ന് കരം കൊണ്ട് തൊടണമേ. കർത്താവ്, ഈ അന്ത്യകാല തലമുറയിൽ കർത്താവിന്റെ വചനം വിതയ്ക്കുവാൻ, കർത്താവിന്റെ സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട ആന്റിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇത് ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ അവിടുത്തെ പ്രിയ ദാസിക്ക് അവിടുന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നൽവരങ്ങൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇത് കേൾക്കുന്ന ആ കേൾവിക്കാരെ കർത്താവെ ഞങ്ങൾ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അടുത്ത ദിവസങ്ങളിലും ഇനി വരും കാലങ്ങളിലും ഇത് കേൾക്കുവാനിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ കൂടി പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ സാക്ഷികളും കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. അവരുടെ ഹൃദയങ്ങളിൽ ഇത് ടച്ച് ചെയ്യണമേ അപ്പ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തൊടണമേ. ഹല്ലേലൂയ. അവിടുന്ന് പ്രവർത്തിക്കണമേ. ആത്മാക്കളുടെ വിടുതലിന് ഇത് ഉപകാരപ്രദമാകട്ടെ അപ്പ. ഹല്ലേലൂയ. ബ്ലസ് ചെയ്യുന്നു. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയും കൂടിക്കാഴ്ചയും തന്നതിനാൽ സ്തോത്രം കർത്താവെ. അടിയന്റെ സാക്ഷ്യം ഇത് കൂടി ഷെയർ ചെയ്യുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് അടിയനെയും വിളിച്ചതിനാൽ സ്തോത്രം. കുടുംബമായി ഞങ്ങളെ സ്നേഹിച്ചതിനാൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. ആമേൻ.